പുറംലോകമായിട്ടൊരു ബന്ധമില്ലാത്ത ഗ്രാമത്തിലാണ് നീ വളർന്നെ. ഞങ്ങൾ എല്ലാവരും വളർന്നതൊരു വലിയ സിറ്റിയിലും. ആരാണ് നല്ലവരെന്നും ആരാണ് മോശപ്പെട്ടവരെന്നും കണ്ടുപിടിക്കാനുള്ള കഴിവ് ഒരുപക്ഷെ നിനക്കുണ്ടായിരുന്നു വരില്ല. പക്ഷെ ഞങ്ങൾ ആരും അങ്ങനെയല്ല. ഞാനൊരു സാധാരണ കുഗ്രാമത്തിൽ വളർന്നവള് തന്നെയാ. പക്ഷെ എന്റെ കൺമുന്നിൽ നടക്കുന്നത് എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തത്ര വിഡ്ഢിയൊന്നുമല്ല ഞാൻ. ഞാൻ കണ്ട സത്യം പറഞ്ഞ് പറ്റിക്കപ്പെടുന്ന അമ്മയെ അതിൽ നിന്ന് രക്ഷിക്കണമെന്ന് മാത്രമേ ഞാൻ കരുതിയുള്ളൂ. മതി, നിർത്ത് മേഘനെ. നിന്റെ സംശയങ്ങൾക്കും വിവരക്കേടിനും ഊഹാഭോഗങ്ങൾക്കും തിരശ്ശീലയിടാൻ നോക്ക്. ദൈവാംശമായി സന്യാസ ജീവിതം നയിക്കുന്ന ഒരാളെ നീ കള്ളൻ എന്ന് വിളിക്കുന്നത്. ഞാൻ തല കുനിച്ച് വന്ദിക്കുന്ന ഒരു വ്യക്തിയാണ് നീ മദ്യപാനി എന്ന് വിളിച്ചത്. എന്തിനു വേണ്ടി ഇതൊക്കെ? ഞങ്ങൾക്കാർക്കും ബുദ്ധിയില്ലെന്ന് വരുത്തി തീർക്കാനാണോ? അതോ ഇനി നിന്റെ താളത്തിനൊത്ത് ഞങ്ങളെ ചുവട് വെപ്പിക്കാനുള്ള നിന്റെ സൂത്രാണോ ഇത്? അത് മാത്രല്ല ആന്റി, മേഘന തിരിച്ചു വന്നതിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. എന്തോ വലിയ പ്ലാനും ഉണ്ടെന്ന് അതെ മഞ്ജരി, ഒന്ന് വായടച്ചേ. മേഘനെ, അയാളൊരു കള്ളസ്വാമിയാണ്, പറ്റിക്കാൻ അടുത്തു കൂടിയതാണെന്നല്ലേ നീ പറഞ്ഞേ? അയാളെ നീ എവിടെ വെച്ചാ കണ്ടത്? കള്ളസ്വാമിയാണെന്ന് നിനക്ക് എങ്ങനെയാ മനസ്സിലായത്? മിഥുനേട്ടാ, അയാള് ഞാൻ അയാളെ പബ്ബിൽ വെച്ചാ കണ്ടെന്ന് പറഞ്ഞ എന്തിനാ അവിടേക്ക് പോയതെന്ന് ചോദിക്കും. മഞ്ജരിയെ കാണാനാണെന്ന് പറയാനും പറ്റില്ല. അത് പറഞ്ഞ മിഥുനേട്ടന്റെ ഓഫീസിലെ പുതിയ ജോലിക്കാരി ഞാനാണെന്ന് എല്ലാവരും അറിയും. ഇനിയിപ്പൊ എന്താ ചെയ്യാ? എന്താ മേഘനെ, ഇത്ര നേരം ചാടിത്തുള്ളി പ്രസംഗിച്ചിട്ട് ഇപ്പൊ എന്റെ നാവിറങ്ങിപ്പോയേ? മിഥുൻ ചോദിച്ച ചോദ്യത്തിന് നിനക്ക് മറുപടി പറയാൻ പറ്റില്ലെങ്കിൽ ഒന്നുകിൽ നീ പറഞ്ഞത് പച്ചക്കള്ളം, അല്ലെങ്കിൽ പ്രിയംവദ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള ശ്രമമാണിത്. ഇനി പറ, നീ എവിടെ വെച്ചാ കണ്ടത്? നീ എന്തിനീ അസമയത്ത് പുറത്തേക്ക് പോയത്? ആരോടും ഒരു അക്ഷരം പോലും പറയാതെ എവിടേക്ക് നീ ഇറങ്ങിപ്പോയത്? അങ്ങനെ ആരും അറിയാത്ത വിധം എന്ത് ജോലി നീ ചെയ്യുന്നേ? ഇതിനെനിക്ക് ഉത്തരം കിട്ടണം. നല്ല തലവേദന ഉണ്ടായിരുന്നു. ടാബ്ലറ്റ്സ് ഇല്ലായിരുന്നോണ്ട് അത് വാങ്ങിക്കാൻ പോയതാ. ഓ, അത് ശരി. എന്നിട്ട് കയ്യിൽ ടാബ്ലറ്റ്സ് ഒന്നും കാണുന്നില്ലല്ലോ. ഞാൻ ചെന്നപ്പോഴേക്കും കടകളെല്ലാം അടച്ചിരുന്നു. വേറെ ഷോപ്പിലേക്ക് പോണെങ്കിൽ ഒത്തിരി ദൂരം പോണം. അതാ തിരിച്ചു വന്നേ. അത് കൊള്ളാം. നീ മിടുക്കിയാണല്ലോ മേഘനെ. എത്ര ഭംഗിയായിട്ടാ നീ കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കുന്നേ. പണ്ട് ഞങ്ങള് കണ്ടെത്തിയ മേഘന നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയായിരുന്നു. പക്ഷെ ഇപ്പോ മഹാകള്ളിയായി മാറിയിരിക്കുന്നു. വാ തുറന്ന കള്ളം മാത്രം പറയുന്ന ഒരു സൂത്രശാലിയായ പെണ്ണ്. ഒരു ഔചിത്യമില്ലാത്ത പെരുമാറ്റം. അയ്യോ അമ്മ, ഞാനങ്ങനെ ഇനി ഒരു അക്ഷരം പോലും മിണ്ടിപ്പോവരുത്. എന്തായാലും വിഷയം മാറിയത് നന്നായി. ആ കള്ളസ്വാമിയുടെ കാര്യം മറന്ന് മലമ്പുഴയക്ഷി മേഘനയുടെ സ്വഭാവത്തിൽ കയറി പിടിച്ചത് നന്നായി. മേഘന പറഞ്ഞതൊന്ന് പരിഗണിച്ചുകൂടായിരുന്നേ? അതിന്റെ ഒരു ആവശ്യമില്ല. പിന്നെ മേഘനെ, കോടതി വിധിയാണ് പോലീസുകാർ വരുന്നു പറഞ്ഞ് നിന്റെ തോന്നിവാസങ്ങളൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല.
6 മാസം ഈ വീട്ടിലെ മരുമകളാണെങ്കിൽ ഇവിടത്തെ രീതികളും ചിട്ടകളും പാലിക്കണം. ഇവിടത്തെ ആചാരങ്ങൾ ലംഘിക്കാതെ തന്നെ ജീവിക്കണം. ഇങ്ങനെ തോന്നുമ്പോ ഇറങ്ങിപ്പോവും, തോന്നുമ്പോ കേറി വരും ചെയ്യുന്ന ഈ പരിപാടി ഇവിടെ നടക്കില്ല. നീ എവിടെ പോകുന്നു, എന്തു ചെയ്യുന്നു എന്നുള്ളത് ഇവിടെ എല്ലാവരും അറിഞ്ഞിരിക്കണം. ഇനിയും നിന്റെ തോന്നിയാസ് ഇവിടെ കാണിക്കാനാണെങ്കിൽ ഞാനത് സഹിക്കോ ക്ഷമിക്കോ ഇല്ല. ഓർമ്മയിലിരിക്കും. മേഘനെ, നിനക്കിപ്പോ ഈ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളൊന്നും പോരാന്നുണ്ടോ? വഴിയെ പോകുന്ന സകല വയ്യാവേലിയും വലിച്ച് നടുമുറ്റത്തേക്ക് ഇടുവാണല്ലോ. നിനക്കിത് എന്തിന്റെ കേടാ? ഇതൊന്നും നല്ലതിനല്ല. നീ എന്താ മേഘനെ കാണിക്കുന്നൊക്കെ? എന്തെങ്കിലും ആവശ്യമുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ആരെങ്കിലും വിളിച്ച് പറഞ്ഞാൽ പോരായിരുന്നോ? അല്ലെങ്കിൽ എന്നോട് പറ, ഞാൻ പോയി വാങ്ങിച്ചോണ്ട് തരില്ലായിരുന്നോ? അതല്ലാതെ ഇങ്ങനെ അസമയത്തും പാതിരാത്രിക്കൊക്കെ ഇറങ്ങിപ്പോയി എന്തിനാ ഇങ്ങനെ ഒരു അപരാധിയെ പോലെ നിൽക്കുന്നേ? ഇപ്പൊ എല്ലാവരുടെയും വായിലിരിക്കുന്ന കേട്ട് നീയല്ലേ? മേഘനടുത്തി എല്ലാ ബന്ധങ്ങളും മുറിച്ചു കളയാനും മേഘനടുത്തി ആഗ്രഹിച്ചേ. ആരും വേണ്ട എന്നുള്ള ധാരണ അതൊന്നും സാരമില്ല. പക്ഷെ ഏട്ടത്തിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് മുമ്പേ കൊണ്ട് എത്തിച്ചേരാൻ എത്ര പേരുണ്ട് ഇവിടെ? വാ തുറന്ന് പറഞ്ഞാലല്ലേ ഞങ്ങൾക്ക് അറിയാൻ പറ്റൂ. അതല്ലാതെ ഇങ്ങനെ തോന്നിയ പോലെ പെരുമാറിയാലെങ്ങനെ? അതെ മേഘനെ, നീ ഇങ്ങനെ തോന്നിയതുപോലെ എന്തൊരു അഹങ്കാരം അവക്ക്. എന്നും നമ്മുടെ കണ്ണില് കരടാ അവള്. അവളെ എന്താ ഇപ്പൊ ചെയ്യണ്ടേ? നമ്മൾ എന്ത് ചെയ്താലും അതിലെല്ലാം അവൾ എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സം ഉണ്ടാക്കും. എനിക്കും അതാ മനസ്സിലാവാത്തത് മഞ്ജരി. അറിഞ്ഞോണ്ടാണോ അറിയാതെയാണോ ചെയ്യുന്നതെന്നും മനസ്സിലാവുന്നില്ല. ഇനി അവൾ അറിയാതെ ചെയ്യുന്നതാണെങ്കിലും അവള് കാരണം നമ്മുടെ പ്ലാൻസ് എല്ലാം ഫ്ലോപ്പ് ആവുക. കഴിഞ്ഞതൊക്കെ പോട്ടേന്ന് വെക്കാമെങ്കിലും ഇപ്പൊ നടന്നത് കണ്ടില്ലേ? അവൾ എവിടെന്നാ ആ കള്ളസ്വാമിജിയെ കണ്ടെന്നൊക്കെ പറയുന്നേ? അവള് ശരിക്കും ആ കള്ളസ്വാമി എവിടെയെങ്കിലും കണ്ടു കാണോ? അതോ കണ്ടൂന്ന് കള്ളം പറയുന്നതാണോ? ആ കള്ളസ്വാമിജിയെ മേഘനെ കണ്ടിരിക്കാൻ സാധ്യതയുണ്ട് ആന്റി. കാരണം അയാള് ഹിമാലയത്തിലൊന്നുമല്ലല്ലോ ജീവിക്കുന്നേ. മംഗലാപുരം കടൽ തീരത്ത് ചെറിയൊരു പെട്ടിക്കടയും വെച്ചോണ്ടിരിക്കുന്നവനല്ലേ. സന്ധ്യ കഴിഞ്ഞാ കുടിച്ചു മറിച്ച് തെരുവ് തോറും നടക്കും. തെരുവ് തോറും നടക്കുമെന്ന് പറഞ്ഞാ അങ്ങനെ നീ വല്ലയിടത്തും വെച്ച് കണ്ടിരുന്നോ? കണ്ടിരുന്നു ആന്റി. ഇന്ന് ഞാൻ പോയിരുന്ന പബ്ബിലേക്ക് അയാളും വന്നിരുന്നു. കാഷായ വസ്ത്രം ധരിച്ചുകൊണ്ട് അവൻ പബ്ബിലൊക്കെ കേറുന്നുണ്ടോ? അയ്യോ ആന്റി, അയാള് വേഷം കിട്ടിയെന്നല്ലേ ഉള്ളൂ. ശരിക്കുള്ള സന്യാസിയൊന്നുമല്ലല്ലോ. അയാള് പബ്ബിലും കേറും, ലോക്കൽ ബാറിലും കേറും. ഇനിയും പറയണെങ്കി വല്ല പെണ്ണ് കേസിൽ അകത്തും പോവും. ഇപ്പൊ പ്രശ്നം അതൊന്നുമല്ല. മേഘനെ അയാൾ എവിടെ വെച്ചാ കണ്ടത്, എന്തിനു കണ്ടു, എങ്ങനെ കണ്ടു? തെരുവ് തോറും നടക്കുന്ന ആളാണെന്നല്ലേ നീ പറഞ്ഞത്. അപ്പൊ അവള് കണ്ടതും സത്യമായിരിക്കും. ഇനി നമ്മൾ ഏറെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ആ കള്ളസ്വാമിയോട് കുറച്ചു കാലത്തേക്ക് ഒളിവി പോവാൻ പറയുന്നതായിരിക്കും നല്ലത്. അയാള് പോയില്ലെങ്കിൽ ഇന്ന് മേഘനെ കണ്ട അവൻ നാളെ മിഥുന്റെ കണ്ണിൽ പെടും. ഒടുവിൽ അരുണിമേച്ചയുടെ കണ്ണിൽ അവൻ ചെന്ന് പെട്ടെന്നിരിക്കും. അതോടെ എല്ലാം തീരും. അന്ന് തൊട്ട് മേഘന പറഞ്ഞതാ, മേഘനയെ സത്യം പുറത്തു കൊണ്ടുവന്ന് നമ്മള് മേഘനയെ വിശ്വസിച്ചില്ല എന്ന് പറഞ്ഞ് കുമ്പസരിക്കാൻ തുടങ്ങും.
അങ്ങനെ വീണ്ടും അവള് നന്ദൻ ഫാമിലിയുടെ മാനസപുത്രിയാവും. ആന്റി പറഞ്ഞതിലും കാര്യമുണ്ട്. നമ്മൾ വേഷം കെട്ടിച്ചവൻ ഇങ്ങനെ പിടിക്കപ്പെടുമെന്നോ അതിന്റെ പേരിൽ മേഘനെ വീണ്ടും ഇവരെല്ലാം തലേക്കേറ്റി വെക്കുമെന്നോ ആര് കരുതി? അതുകൊണ്ടാ ഞാൻ പറയുന്നത്, ഇനി കുറച്ചു നാളത്തേക്ക് അയാള് ആരുടെ മുമ്പിലും ചെന്ന് ചാടാതെ ഒളിവിൽ പോകുന്നത് തന്നെയാ മഞ്ജരി നല്ലത്. ആ കള്ളസ്വാമിയുടെ കാര്യങ്ങള് നിനക്ക് നേരത്തെ അറിയായിരുന്നോ? അയ്യോ, അയാളെ കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയില്ല അമ്മേ. പിന്നെ കള്ളസ്വാമിയാ ഒളിവിൽ പോണോന്നൊക്കെ എന്തൊക്കെയാ പറയുന്നത് കേട്ടല്ലോ. ഓ അതോ? അയ്യോ അതൊന്നുമില്ല അമ്മേ. വീട്ടിൽ കയറി വന്ന സ്വാമിജിയിൽ ഒരു ദൈവാംശമൊക്കെ കാണുന്നുണ്ടെന്ന് പറഞ്ഞതാ. മുഖം നോക്കി സത്യം കണ്ടുപിടിക്കുന്ന അത്യപൂർവം സന്യാസിമാരിൽ ഒരാളാ അദ്ദേഹം. അങ്ങനെയുള്ള വ്യക്തികൾ സാധാരണക്കാർക്കിടയിൽ വരില്ല. അജ്ഞാതവാസം നയിക്കേ ചെയ്യുള്ളൂ. വല്ല അത്യാവശ്യത്തിനായിരിക്കും പുറത്തേക്ക് വന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയല്ലേ മേഘന കണ്ടു എന്ന് പറഞ്ഞത്. അയാള് കള്ളനാണെന്നും മേഘന ഉറപ്പിച്ചു കഴിഞ്ഞു. മേഘനയ്ക്ക് എന്താ പറ്റിയെന്ന് ഞാൻ ആലോചിക്കായിരുന്നു. ഓ അതും ശരിയാ. ഈയിടെയായിട്ട് മേഘന ചെയ്യുന്നതെല്ലാം പുലിവാലി പിടിക്കുന്ന കാര്യങ്ങളാ. ഇത് ഇപ്പൊ തന്നെ കണ്ടില്ലേ, നമ്മൾ വിശ്വസിക്കുന്ന ഒരു സന്യാസിയെ അവള് കുറ്റം പറഞ്ഞോണ്ട് വന്നത്. എന്തിന്റെ കേടാണോ? ആന്റി, ഇനി നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോ കുറച്ചുകൂടി സൂക്ഷിച്ചാ നന്നായിരിക്കും. ആ കിളവി വല്ലതും കേട്ടിരുന്നെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ജീവിതം അവസാനിച്ചാനെ. ഷോർ മഞ്ജരി, ലെറ്റ്സ് ബി കെയർഫുൾ. വാ. ഇപ്പൊ കുറച്ചു കാലമായിട്ട് അമ്മ ഒരാളെ കണ്ണടച്ച് വിശ്വസിക്കുന്നില്ലേ? ആ വ്യക്തി പറയുന്നതനുസരിച്ചല്ലേ അമ്മ ഇവിടുത്തെ ഓരോ കാര്യങ്ങളും നീക്കുന്നത്. അയാൾ ഒരു കള്ളസ്വാമിയാ. ദൈവാംശമായി സന്യാസ ജീവിതം നയിക്കുന്ന ഒരാളെ നീ കള്ളൻ എന്ന് വിളിക്കുന്നു. ഞാൻ തല കുനിച്ച് വന്ദിക്കുന്ന ഒരു വ്യക്തിയാണ് നീ മദ്യപാനി എന്ന് വിളിച്ചത്. എന്തിനു വേണ്ടിയതൊക്കെ? ഞങ്ങൾക്കാർക്കും ബുദ്ധിയില്ലെന്ന് വരുത്തി തീർക്കാനാണോ? അതോ ഇനി നിന്റെ താളത്തിനൊത്ത് ഞങ്ങളെ ചുവട് വെപ്പിക്കാനുള്ള നിന്റെ സൂത്രാണോ ഇത്? ആ കള്ളസ്വാമിയെ ഇവരെല്ലാവരും കണ്ണടച്ച് വിശ്വസിക്കാം. പ്രത്യേകിച്ചും അമ്മ അയാള് പറയുന്നത് പോലെ കാര്യങ്ങൾ നീക്കുന്ന അത്രയ്ക്ക് വിശ്വാസം അമ്മയ്ക്ക്. ഇനി ആ വിശ്വാസം തകർക്കാനും പാടാ. അയാൾ വായി തോന്നിയത് വിളിച്ചു പറയുമ്പോ ചതുർവേദത്തിലെ മന്ത്രം പോലെ അമ്മ അത് സ്വീകരിക്കുന്ന. സത്യം അമ്മയോട് തുറന്നു പറയാൻ കഴിഞ്ഞെങ്കിലും അത് തെളിയിക്കാൻ കഴിഞ്ഞില്ല. അതിനുള്ള സാക്ഷികളോ തെളിവുകളോ ഒന്നും എന്റെ കയ്യിലില്ല താനും. മോളെ മേഘനെ, നീ ആ കള്ളസ്വാമിയെ കണ്ടു എന്ന് പറഞ്ഞത് സത്യമായിരുന്നോ? ഞാൻ കണ്ടതാണച്ചാ. അയാളുടെ വേഷവും ഭാഷയും എല്ലാം അഭിനയ. അയാള് വേറൊരു വഷളനായിട്ടാ ഞാനിന്ന് കണ്ടത്. പിന്നെ നീ കണ്ടത് ഇവിടെ വെച്ചാന്ന് പറയാതിരുന്നത് എന്തുകൊണ്ടാ? പുതിയ ഓഫീസിലൊരു ഫയല് തരുന്നതിന് വേണ്ടി മഞ്ജരി എന്നെ ഫോണിൽ വിളിച്ചിരുന്നു. ഞാൻ മേഘനന്ദിയായിട്ടല്ലേ അവിടേക്ക് ചെന്നേ. മഞ്ജരി ഒരു പബ്ബിലായിരുന്നു. ഫയൽ എന്നെ ഏൽപ്പിച്ചു. ആ പബ്ബിൽ ചെന്നപ്പോഴാ ആ കള്ളസ്വാമി അവിടെ വെച്ച് ഞാൻ കണ്ടത്. അയാൾ വെറും സാധാരണ മനുഷ്യനാ. മറ്റു പല കുടിയന്മാരെ പോലെയും ലെക്ക് കെട്ട് അയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയ. ഞാൻ പബ്ബിൽ വെച്ച കണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ പറഞ്ഞ മിഥുനേട്ടന്റെ അടുത്ത് ജോലിക്ക് ചേർന്നിട്ടുള്ള മേഘാനന്ദ ഞാനാണെന്നറിഞ്ഞ മിഥുനേട്ടനും മഞ്ജരി ഉറപ്പായിട്ടും പിടിച്ചെടുക്കും. അപ്പൊ മിഥുനേട്ടനെ രക്ഷിക്കാൻ വേണ്ടി കൂടെ കൂടിയ എന്നെ അവരെല്ലാവരും കൂടി ഓടിക്കില്ലേ? അതാച്ചാ സത്യം തെളിയിക്കാൻ എന്നെ കൊണ്ട് കഴിയാതെ പോയത്. നിന്റെ അവസ്ഥ എനിക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട് മോളെ. സത്യം മനസ്സിലാക്കിയിട്ടും തെളിയിക്കാനുള്ള അവസരമില്ല അല്ലേ?
അതാണ് ശരി. കള്ളം പറയാനായിട്ട് നമുക്ക് വലിയ എളുപ്പം. പക്ഷെ ഒരു സത്യം തെളിയിച്ചെടുക്കാൻ നമുക്ക് അതിനേക്കാ പാടാ. അതൊക്കെ ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്ന. നുണകളെ വിശ്വസിക്കാനാ എല്ലാവർക്കും ഇഷ്ടം. സത്യം എല്ലാരും അവഗണിക്കുന്നു. ഒരു ചീത്ത കാര്യത്തിനുള്ള വില ഒരു നല്ല കാര്യത്തിന് കിട്ടില്ല. അതുകൊണ്ടാ നുണകളെന്നും വിജയിച്ചു നിൽക്കുന്നത്. നിജങ്ങൾ നുണകളുടെ നിഴലായി നിലം പതിക്കുന്നതും. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് മോളെ? ആ കള്ളസ്വാമി പറയുന്നതല്ലേ അരുണിമ വിശ്വസിക്കൂ? ആ കള്ളം തന്നെയല്ലേ മിഥുന്റെ ദോഷങ്ങൾക്കെല്ലാം കാരണം നീയാണെന്ന് പറഞ്ഞതും? ഈ കടമ്പ കിടക്കാൻ നമ്മൾ എന്താ മോളെ ചെയ്യാ? അരുണിമയെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? എനിക്കൊരു പിടിയില്ല. ഇതൊക്കെ കാണുമ്പോ എല്ലാം സ്വാഭാവികമായിട്ട് നടന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല അച്ഛാ. ആ കള്ളസ്വാമിയെ അമ്മ ഇങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാൻ മറ്റാരുടെയോ കൈയുണ്ട്. ആരുടെ തന്ത്രമായിരിക്കും ഇത്? അതാണ് ആദ്യം കണ്ടുപിടിക്കണ്ടേ. ആരുടെയോ പ്രോത്സാഹനത്തിലാവണം ഈ കള്ളസ്വാമിജി അമ്മയുടെ മുന്നിൽ എത്തിപ്പെട്ടത് തന്നെ. നീ പറയുന്നത് കേൾക്കുമ്പോ എനിക്കും അത് ശരിയാണെന്ന് തോന്നുന്നുണ്ട്. ഇനിയിപ്പോ നമ്മൾ എന്താ മോളെ ചെയ്യാ? നമ്മുടെ മുന്നിൽ ഇനി 2 മാർഗങ്ങളേ ഉള്ളൂ അച്ഛാ. ഒന്ന്, എങ്ങനെയെങ്കിലും ഈ പുതിയ സ്വാമിജി കള്ളസ്വാമിയാണെന്നുള്ളത് തെളിയിക്കണം. രണ്ടാമത്തേത്, അജ്ഞാതവാസത്തിന് പോയിരിക്കുന്ന ഭാർഗവ പണിക്കരെ എവിടെയുണ്ടെന്ന് കണ്ടെത്തണം. അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരണം. അദ്ദേഹത്തെ കൊണ്ട് സത്യം പറയിപ്പിക്കണം. അത് നടക്കുന്നവരെ മിഥുനേട്ടനെ നേരിടേണ്ടി വരുന്ന ഓരോ പ്രശ്നത്തിനും ഞാനാണ് കാരണമെന്ന് മാത്രമേ അമ്മ വിശ്വസിക്കൂ. അതും ശരിയാണല്ലോ മോളെ. പെട്ടെന്നൊരു ദിവസമല്ലേ ഭാർഗവ പണിക്കരുടെ പൊടി പോലും കാണാണ്ടായത്. അതുകൊണ്ട് ഇപ്പൊ വന്നിരിക്കുന്ന ഈ പുതിയ സ്വാമിജി കള്ളനാണെന്നുള്ളതും അയാൾ അരുണിമയെ ചതിക്കുകയാണെന്നുള്ളതും നമുക്ക് തെളിയിച്ചെടുക്കണം. വൺ സെക്കൻഡ്. എന്തിനാ ഇത്ര കൺഫ്യൂഷൻ? കൺഫ്യൂഷൻ തുടങ്ങിയത് ഏട്ടനിൽ നിന്നാണല്ലോ. ഏട്ടൻ ക്ലിയർ ആയിരുന്നെങ്കിൽ എല്ലാം ക്ലിയർ ആയിരുന്നേനെ. നീ എന്തിനെ കുറിച്ച് പറയുന്നേ? മിഥുനേട്ടൻ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള സകല കുഴപ്പങ്ങളെയും കൺഫ്യൂഷൻസിനെയും ഒന്നിച്ച് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശരി, നീ പൊയ്ക്കോ. എന്താ ആന്റി, നേരം വെളുത്ത് നല്ലത് വല്ലതും കണി കാണാനുള്ളതിന് ആന്റി എന്തിനാ ആ മൂദേവിയെ നോക്കി നിൽക്കുന്നത്? ഞാൻ അവളെ കണി കാണാൻ തീരുമാനിച്ചൊന്നുമല്ല. അവളുടെ രീതികൾക്ക് എങ്ങനെ മാറ്റം വരുത്തുമെന്ന് ആലോചിക്കായിരുന്നു. ആന്റി ഉദ്ദേശിച്ചത് എന്താണ്? അടങ്ങി വീട്ടിലിരുന്ന മേഘന ഇപ്പൊ പുറത്തിറങ്ങി തുടങ്ങി. അടുത്ത നിമിഷം അവള് കള്ളസ്വാമിയെ പിടികൂടുകയും ചെയ്തു. ഇനി നാളെ തൊട്ട് ഉദ്യോഗസ്ഥ ഫയലുകളായി ഓഫീസ് തോറും കേറി നിരകുമ്പോ എന്തായിരിക്കും നടക്കുക? ഇന്നല്ലെങ്കിൽ നാളെ ഒരു നാൾ ആ കള്ളസ്വാമിജി ഇവളുടെ മുമ്പിൽ പെടില്ലെന്ന് ആരറിഞ്ഞു? അങ്ങനെ വല്ലതും നടന്നാൽ നമ്മുടെ കഥ കഴിഞ്ഞു. നമ്മളിപ്പോ എന്താ ചെയ്യണ്ടേ? മേഘന പുറത്തിറങ്ങരുത്. അവള് വാ തുറക്കാനും പാടില്ല.
ആകെ മൊത്തത്തിൽ അവളുടെ ഇളക്കത്തിന്റെ സ്വിച്ച് ഓഫ് ചെയ്യണം. അവളുടെ കാലുകളിൽ ചങ്ങല വീഴണം. അവളുടെ ചിന്തകൾക്ക് മങ്ങലേൽക്കണം. പക്ഷെ അതൊക്കെ എങ്ങനെ സാധ്യമാവും? അതൊക്കെ സംഭവിക്കണമെങ്കിൽ കാശുണ്ടാക്കാനുള്ള വഴികളെല്ലാം മേഘനയുടെ മുമ്പിൽ അടയണം. ഉത്സാഹത്തോടെ കയറി ചെല്ലുന്ന ഓഫീസിൽ ജോലി ഉണ്ടാവരുത്.